ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നടപടികളാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJP ഭരണത്തിൽ രാജ്യത്ത് സാമ്പത്തിക അസമത്വമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 30ാമത് കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പ് സ്റ്റേഡിയത്തിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJPയുടെ നേതൃത്വത്തിൽ അധികാരം കൈയാളുമ്പോൾ വലിയ തോതിലുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നടപടികൾ ഒരു ഭാഗത്ത് സ്വീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള വർഗീയ സംഘർഷം അഴിച്ചുവിടാനുള്ള ശ്രമമാണ് രാജ്യത്താകെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ചേരിതിരിക്കുക, അതിൻ്റെ ഭാഗമായി സംഘർഷങ്ങളുണ്ടാക്കുക, കലാപങ്ങളുണ്ടാക്കുക, പലപ്പോഴും കൊലപാതകങ്ങൾ വരെ അതിൻ്റെ ഭാഗമായി അരങ്ങേറുക, ഇതെല്ലാം പ്രത്യേകമായ ഒരു അജണ്ടയുടെ ഭാഗമായി നടക്കുന്ന കാര്യമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന ജനവിരുദ്ധ നയമുണ്ട്. ജനവിരുദ്ധ നയത്തിൻ്റെ ഫലമായി ഇവിടെ അവശത അനുഭവിക്കുന്നത് ജനങ്ങളാണ്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യം ഇന്നെവിടെ എത്തി നിൽക്കുന്നു? കൂത്തുപറമ്പ് രക്തസാക്ഷികളെ അവഹേളിക്കുന്നത് ദൗത്യമായി ഏറ്റെടുത്തവർ ചരിത്രത്തിൽ നിന്നും പാഠം പഠിക്കാത്തവരാണെന്നും അവർ സ്വയം അപമാനിതരായി മാറുകയാണ് ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു ഘട്ടത്തിലും ഇടതുപക്ഷം ധാരണ ഉണ്ടാക്കിയിട്ടില്ലെന്നും വർഗീയ കക്ഷികളുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ ഇടതുപക്ഷം ആർജവം കാട്ടിയിട്ടുണ്ടെന്നും എന്നാൽ എല്ലാ കാലത്തും 4 വോട്ടിനു വേണ്ടി കോൺഗ്രസ് വർഗീയതയെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വർഗീയ വിരുദ്ധ നിലപാടിൻ്റെതായ രാഷ്ട്രീയാർജവം നിങ്ങൾക്കത് കാണിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളെ അഭിമാനപൂർവ്വം ഞങ്ങളുടെ കൂടെ SDPIയും ആ വിജയത്തിൽ പങ്കാളിയാണ്. SDPI ആദ്യം തന്നെ പ്രകടനം, എല്ലാ കാര്യങ്ങളും നടക്കുകയാണ്. തിങ്കളാഴ്ച വൈകിട്ട് ധീര രക്തസാക്ഷികൾ വെടിയേറ്റ് വീണ സ്ഥലങ്ങളിൽ നിന്നും ദീപശിഖ കൊളുത്തി അത്ലറ്റുകൾ ഏറ്റുവാങ്ങിയ ദീപശിഖ പ്രയാണത്തോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. തുടർന്ന് തൊക്കിലങ്ങാടി കേന്ദ്രീകരിച്ച് യുവജന പ്രകടനവും നടന്നു. യുവജന റാലിയിലും അനുസ്മരണ സമ്മേളനത്തിലും ആയിരങ്ങളാണ് അണിനിരുന്നത്. KV റോഷൻ വെടിയേറ്റ് വീണ സ്ഥലത്ത് തന്റെ മാതാവ് നാരായണീയത്തി കൊളുത്തുന്ന ദീപശിഖ പറമ്പ് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം സലാം
സഖാക്കൾ സ്റ്റേഡിയത്തിൽ നിന്ന് കടന്നിരിക്കണം. ഈ ഗ്രൗണ്ടിൽ കൊള്ളാത്ത സഖാക്കൾ സ്റ്റേഡിയത്തിൽ അകത്തേക്ക് കടന്നിരിക്കണം. കൂത്തുപറമ്പ് നഗരസഭാ സ്റ്റേഡിയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ കെ ധനഞ്ജയൻ അധ്യക്ഷനായി. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി, ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, P ജയരാജൻ, വത്സൻ പനോളി, M സുരേന്ദ്രൻ, VK സനോജ്, V വസീഫ്, K ലീല, സരിൻ ശശി, മുഹമ്മദ് അഫ്സൽ, V ഷിജിത്ത് എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.